എനിക്ക് സെക്സിനോട് താല്പര്യമില്ല, ചെയ്യണ്ട. എനിക്ക് കല്യാണത്തിൻ്റെ താല്പര്യമില്ല, വേണ്ട. പിന്നെ എന്തിനാ കല്യാണം കഴിക്കണ്ട? എന്തിനാ മറ്റുള്ളവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത്? പേരൻസ് സമ്മതിക്കത്തില്ല. എങ്ങനെങ്കിലും ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടെങ്കിൽ മാത്രമേ ഒരു സമാധാനമുള്ളൂ. എന്നിട്ട് ഡിവോഴ്സ് ആയിട്ട് തിരിച്ചു വന്നോട്ടെ, കുഴപ്പമില്ല. ഞാൻ കല്യാണം കഴിപ്പിക്കാനായിട്ട് എൻ്റെ മക്കളെ വളർത്തും. അവർ ജീവിക്കട്ടെ, അവർ പഠിക്കട്ടെ, അവർ നല്ല ജോലി എടുക്കട്ടെ, സമ്പാദിക്കട്ടെ, അവരുടെ സ്വന്തം കാര്യം നിൽക്കട്ടെ. ഇതെന്റെ ചില റിലേറ്റീവ്സും കൂടി കാണട്ടെ. ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ആ ക്ലാസ്സിലുള്ള ആൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. വർഷങ്ങളായി സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാതിരുന്നാൽ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും? ഇന്റിമസിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഹോർമോണൽ ബാലൻസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഓവുലേഷൻ ടൈമിലായിരിക്കും ഭയങ്കരമായിട്ട് ഇന്റിമസിക്കുള്ള ടെൻഡൻസി വരുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്രയും കൊല്ലം ഞാൻ ജീവിച്ചില്ലേ. ശരിക്കും പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ഏറ്റവും കൂടുതലുള്ളത് പുരുഷന്മാരിലാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂഡ്, ഫുഡ് കഴിക്കുമ്പോൾ വേറൊരു മൂഡ്, ഡ്രസ്സ് ചെയ്ത് ഓഫീസിൽ പോകുമ്പോൾ വേറൊരു മൂഡ്, ജോലി ചെയ്യുമ്പോൾ വേറൊരു മൂഡ്. പാർട്ട്ണറുമായിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്താണ് എനിക്ക് മെയിനായിട്ടും തോന്നുന്നത്. മാസ്റ്റർബേറ്റ് ചെയ്യുന്ന സമയങ്ങളിലും അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഗേൾസ് ആദ്യമായി പീരീഡ്സ് ആവുന്ന സമയത്ത്, മുന്നേയൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമായി പീരീഡ്സ് ആകുമ്പോൾ ഒരാഴ്ചയോളം വീട്ടിൽ ആയിരിക്കും, അതായത് പുറത്തിറക്കത്തില്ല. അതിന്റെ മിത്ത് എന്താ? ശരിക്കും ഈ പീരിയഡ്സ് ആദ്യമായിട്ടാകുക എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരു കാര്യമാണ്. എന്താണെന്ന് അറിയില്ല, അവയർനെസ് ഇല്ല. പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക്, അതായത് ഇതേപോലെ സയൻസ് ഡെവലപ്പ് ആയ ഒരു സാഹചര്യങ്ങളില്ല, സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയ ഒരു സാഹചര്യങ്ങളില്ല. ഇത് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു സാഹചര്യങ്ങളിൽ ഇവർ ഈ ഒരു ഫിസിക്കൽ ചേഞ്ചസിനെ ഒന്ന് അഡ്ജസ്റ്റ് ആകാനായിട്ടും ഇവർ മാനസികമായിട്ടൊന്ന് റെഡി ആകാനായിട്ടും ഉള്ളൊരു സമയമാണ്. കാരണം പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതായത് ഇപ്പോൾ ഒരു പീരിയഡ്സ് തുടങ്ങുന്നൊരു സാഹചര്യത്തിൽ ഇത് ബ്ലീഡിങ് ആണോ, അല്ല എന്തെങ്കിലും ഇൻറ്റർണൽ ആയിട്ടുള്ള ഓർഗൻസിന് ഡാമേജ് ആണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോകുമോ, ഇത് കഴിഞ്ഞ വെച്ചാൽ എനിക്ക് അത് ചെയ്യാവോ ഇത് ചെയ്യാവോ, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഇതൊക്കെ പണ്ടാണ് കേട്ടോ, പണ്ടാണ് ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നോളജ് ഉണ്ട് ഇതിനെക്കുറിച്ച്. പേരൻസിന് അതിന് നോളജ് ഇല്ലെങ്കിലും കുട്ടികൾക്ക് അതിന് നോളജ് ഉണ്ട്. അപ്പോൾ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പീരിയഡ്സ് എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു കാര്യമാണ്. ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ആ ക്ലാസ്സിലുള്ള ആൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ചെറിയ പ്രായത്തിലെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ വരേണ്ട ഒരു സാധനമാണ്. എൻ്റെ കൂടെയുള്ള ആളുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്, എൻ്റെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്, എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യം നോർമലാണോ അല്ലയോ, അല്ലെങ്കിൽ എനിക്ക് ഇത് വീട്ടിൽ പറയണ്ടേ, എനിക്കൊരു ഡോക്ടറെ കാണണ്ടേ, ഒരു ചികിത്സ എടുക്കണ്ടേ, ഇതൊക്കെ ഒരു നോളജ് വന്നെങ്കിലേ ഇതിന് കാര്യമുള്ളൂ. ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പം സ്കൂൾസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സിൻ്റെ അവയർനെസ് ക്ലാസ്സുകളും ആ രീതികളെല്ലാം വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുണ്ട്, ഓരോ സ്കൂളുകളിലും സൈക്കോളജിസ്റ്റുകളുണ്ട്. ഈ സൈക്കോളജിസ്റ്റുകൾ ഇവരെ എന്താ പറയുക അനലൈസ് ചെയ്ത് ഇവരുടെ പ്രശ്നങ്ങൾ എന്താ, ബുദ്ധിമുട്ടുകൾ എന്താ മനസ്സിലാക്കി അന്നേരം അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. പല കുട്ടികളെയും വിളിച്ചുകൊണ്ട് പേരൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. അവരുടെ സ്കൂളിലെ സൈക്കോളജിസ്റ്റ് റെഫർ ചെയ്തിട്ടാണ് വന്നതെന്ന് പറയാറുണ്ട്. കാരണം ഇവിടെ ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ടൊന്ന് ഡോക്ടറെ കാണണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അവയർനെസ് ഒക്കെ ഇപ്പം ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കുന്നത് കൊണ്ട് കോംപ്ലിക്കേഷൻ്റെ അളവ് കുറയുന്നുണ്ട്, പണ്ടത്തെ രീതി അനുസരിച്ചല്ല. സോ അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഒരു വലിയൊരു വിഷയമല്ല. പീരിയഡ്സ് എന്ന് പറയുന്നത് ഓക്കെ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് പറയുകയാണ് ഞാൻ പീരിയഡ്സ് ആണ് എനിക്കിപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ട് ഇതൊക്കെ അയ്യോ പീരിയഡ്സ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് തന്നെ എന്തോ വലിയ നാണക്കേടായിരുന്നു. ഇപ്പം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു വളരെ സാധാരണമായിട്ട് വരുന്നൊരു കാര്യമാണ്. അന്നേരമാണ് മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് ഈ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താ, പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് കോപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നു. വർഷങ്ങളായി സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാതിരുന്നാൽ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും? ഈ വർഷങ്ങളായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഒരു നൺ സിസ്റ്റേഴ്സ് അവരൊക്കെയാണ് പൊതുവേ ഈ ഒരു ട്രാക്കിൽ നിൽക്കുന്ന ആൾക്കാർ. എന്നാലും പല ആളുകൾക്കും ശാരീരികമായിട്ട് മാനസികമായിട്ടും ഈ ഒരു കാര്യത്തിനോട് താല്പര്യമില്ലാത്തവരായിരിക്കും. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പീരിയഡ്സിൻ്റെ വേരിയേഷൻസും ഹോർമോണൽ ഇംബാലൻസും അതേപോലെ തന്നെ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത സ്ത്രീകളുണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത സ്ത്രീകളിൽ കൂടുതലായിട്ടും ഈ ഫൈബ്രോയിഡ്സും പ്രശ്നങ്ങളും ഒക്കെ കാണാറുണ്ട്, ട്യൂമേഴ്സൊക്കെ കാണാറുണ്ട്. അപ്പം ഇതൊരു നോർമൽ പ്രോസസ്സാണ്. ഈ നോർമൽ പ്രോസസ്സിലേക്ക് എല്ലാവരും അതേ രീതി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും
നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ പ്രഗ്നൻ്റ് അല്ല ഡെലിവറി ആകാത്തവർ അല്ലെങ്കിൽ കുട്ടികൾക്ക് മുലയൂട്ടാത്തവർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ട്യൂമേഴ്സിൻ്റെ ചാൻസസ് കുറച്ച് കൂടുതലാണ്. അതൊരിക്കലും തെറ്റല്ല. എനിക്ക് സെക്സിനോട് താല്പര്യമില്ല, ചെയ്യണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് കല്യാണത്തിൻ്റെ താല്പര്യമില്ല, വേണ്ട. അവരെ നമ്മൾ കൗൺസിൽ ചെയ്ത് അവരെ മനസ്സിലാക്കി അവരെ ഇത് നേരെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് എന്തിനാണ് ഈ മരണക്കിണറിലേക്ക് തള്ളിവിടുന്നത്? അവർക്ക് കപ്പാസിറ്റി ഉണ്ടോ? അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് 30ാമത്തെ വയസ്സ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കണം. അന്നേരം കഴിച്ചാൽ മതി. ഈ 25 കെട്ടിച്ച് വിടണമെന്ന് എന്തിനാണ് ഇത്ര നിർബന്ധം? 21 കെട്ടിക്കണം എന്തെങ്കിലും നിർബന്ധം? ഈ വ്യക്തിക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സിന് താല്പര്യമില്ല, പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കണ്ട? എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എനിക്ക് താല്പര്യമില്ല, ഓക്കെ, ഞാൻ ഇതേപോലെ സിംഗിളായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം, എനിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കിതിനോട് താല്പര്യമില്ല. അത് താല്പര്യമില്ലെങ്കിൽ അതിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തെറാപ്പികൾ ചെയ്തത് റെഡിയാക്കാം എന്നുള്ളതല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക പൊതുവേ ഒരു താല്പര്യമില്ലായ്കയാണെന്നുണ്ടെങ്കിൽ അത് അവർ കല്യാണം കഴിക്കാതിരിക്കുന്ന നല്ലത്, ഈ കാര്യങ്ങൾക്ക് പോകാതിരിക്കുന്ന നല്ലത്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നമുക്ക് എന്നാണോ കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ചൊരു, കാരണം എത്രയോ പെൺകുട്ടികളുണ്ട് അവർക്ക് പ്രസവിക്കാൻ പേടിയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ ഓക്കെയാണ്, പക്ഷെ എനിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വലിയ പരിഷ്കാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഓക്കെയാണ്, അത് മനസ്സിലാക്കി ഒരാൾ കല്യാണം കഴിച്ചാൽ മതി. അല്ലാതെ അവരെ പിടിച്ചിട്ട് എന്തിനാണ് അവസാനം അത് പ്രഗ്നൻസി കോംപ്ലിക്കേഷനും വന്ന് അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും വന്ന് ബാക്കി എന്താ പറയുക ആ ലൈഫേ സ്പോയിലായി പോകും. അതിനേക്കാളും നല്ലത് അവർക്ക് എപ്പോഴാണോ ശരിയെന്ന് തോന്നുന്നത് അന്നേരം ഇതിലേക്ക് പോവുക. പക്ഷെ ഇതൊന്നും പേരൻസ് സമ്മതിക്കത്തില്ല. എങ്ങനെങ്കിലും ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടെങ്കിൽ മാത്രമേ ഒരു സമാധാനമുള്ളൂ. എന്നിട്ട് ഡിവോഴ്സായിട്ട് തിരിച്ചു വന്നോട്ടെ, കുഴപ്പമില്ല, നമുക്കിപ്പോൾ കല്യാണം കഴിക്കാം, അത്രേ ഉള്ളൂ. മോളുടെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു, കുഴപ്പമില്ല, ഇപ്പോൾ ഡിവോഴ്സായി വീട്ടിൽ പോട്ടെ, ഇത്രേ ഉള്ളൂ. എന്തിനാ കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നത്? ഞാൻ എൻ്റെ മക്കളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അവർ കണ്ടുപിടിച്ച് അവർ വന്ന് എന്നോട് പറയുകയാണ്, ഓക്കെ ഞങ്ങൾ ഏകദേശമൊക്കെ തീരുമാനിച്ച് ഇവർ ഓക്കെയാണ്, ഇതെൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ട്, പിന്നെ എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം, എൻ്റെ സ്വഭാവ രീതികളൊക്കെ അറിയാം, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഓക്കെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെയും ചോദിക്കും, വേണോ, ആവശ്യമുണ്ടോ? പിന്നെ എന്നോടൊന്നും പറഞ്ഞേക്കരുത്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പം ഞാൻ അന്നേരം അതിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളതല്ലാതെ ഞാൻ കല്യാണം കഴിപ്പിക്കാനായിട്ട് എൻ്റെ മക്കളെ വളർത്തത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. അവർ ജീവിക്കട്ടെ, അവർ പഠിക്കട്ടെ, അവർ നല്ല ജോലി എടുക്കട്ടെ, സമ്പാദിക്കട്ടെ, അവരുടെ സ്വന്തം കാര്യം നിൽക്കട്ടെ. എന്നിട്ട് കല്യാണം കഴിക്കണമെന്ന് എങ്ങാനും താല്പര്യം തോന്നിയാൽ അന്നേരം കഴിക്കട്ടെ, അവരുടെ താല്പര്യപ്രകാരം. അത്രേ ഉള്ളൂ. എന്തിനാ ചുമ്മാതെ ഇടപെടുന്നത്? ഇതെൻ്റെ ചില റിലേറ്റീവ്സും കൂടി കാണട്ടെ, അവരും കൂടി കുറച്ച് ബോധം വരട്ടെ. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് കപ്പിൾ ഇൻറ്റിമസിക്ക് എന്തെങ്കിലും പ്രശ്നം വരും? ഹോർമോണൽ ഇംബാലൻസിൽ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റിമസി എന്ന് പറയുന്നത്, ഇൻറ്റിമസിക്ക് ആവശ്യമെന്ന് പറയുന്നത് ഹോർമോണൽ ബാലൻസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഓവുലേഷൻ ടൈമിലായിരിക്കും ഭയങ്കരമായിട്ട് ഇൻറ്റിമസിക്കുള്ള ടെൻഡൻസി വരുന്നത്. ചിലപ്പോൾ ഇതൊക്കെ ഹസ്ബൻഡിന് അങ്ങനെ ആ ഒരു സാഹചര്യം അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ സ്ത്രീകളിലാണ് ഓവുലേഷൻ സമയത്ത്, പീരിയഡ്സ് സമയത്ത് എന്നൊക്കെ പറയുന്ന ഒരു വേരിയേഷൻ വരുന്നത്. ഈ പുരുഷന്മാരുടെ രീതി എങ്ങനെയെന്നറിയോ? പുരുഷന്മാർ ശരിക്കും പാവങ്ങളാണ്. ഒരു ദിവസം തന്നെ 10 മൂടാ. ശരിക്കും പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ഏറ്റവും കൂടുതലുള്ളത് പുരുഷന്മാരിലാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂഡ്, ഫുഡ് കഴിക്കുമ്പോൾ വേറൊരു മൂഡ്, ഡ്രസ്സ് ചെയ്ത് ഓഫീസിൽ പോകുമ്പോൾ വേറൊരു മൂഡ്, ജോലി ചെയ്യുമ്പോൾ വേറൊരു മൂഡ്, ഈ വിശന്ന് വരുന്ന സമയത്ത് വേറൊരു മൂഡ്. ഈ ഒരു ദിവസം 10 മൂഡായിട്ട് നടക്കുന്നവരാണ് പുരുഷന്മാർ. ഈ 10 മൂഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻറ്റിമസി കാര്യങ്ങളെല്ലാം നടന്നു പോകേണ്ടത്. അതിൻ്റെ കൂടെ ഒരു സ്ത്രീയുടെ കാര്യം കൂടെ അറേഞ്ച് ആവണമല്ലോ, അഡ്ജസ്റ്റ് ആവണമല്ലോ. ഈ അഡ്ജസ്റ്റ് ആയെങ്കിൽ മാത്രമാണല്ലോ ഈ ഒരു കാര്യം ഇൻറ്റിമസി കാര്യങ്ങൾ നടക്കുന്നത് തന്നെ. അങ്ങനെ വരുമ്പം നമ്മൾ നോക്കണമല്ലോ ഈ വ്യക്തിയുടെ മൂഡ് എങ്ങനെയാണ്, ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഇത് സ്ട്രെസ്സൊക്കെ ഓക്കെ ആണോ, റിലാക്സ്ഡ് ആണോ, അല്ലേ എന്താ പറയുക ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അല്ലാതെ നമ്മുടെ ഹോർമോൺസ് മാത്രം നോക്കിക്കൊണ്ടൊരു കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ പല സാഹചര്യങ്ങളിലും ഈ കുട്ടികളുള്ള സാഹചര്യങ്ങളിൽ ഒന്നും നടക്കത്തില്ല. കുട്ടികൾ ഉറങ്ങത്തില്ല. അവർ ചിലപ്പം അപ്പനമ്മ ഉറങ്ങിയ ശേഷമായിരിക്കും കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എപ്പോഴാണ് ഒരു സാഹചര്യങ്ങളുള്ളത്? ചിലപ്പം ഒരുമിച്ച് കിടന്ന് ഉറങ്ങാനുള്ള സാഹചര്യങ്ങളാണ് കാണത്തില്ല. ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഉണ്ട് ഇൻറ്റിമസി എന്ന് പറഞ്ഞൊരു കാര്യം. കുറച്ച് നാൾ ഇതില്ലാതെ മാറി 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 പോയി കഴിഞ്ഞാൽ പിന്നെ പൊതുവെ ആ ഒരു അറ്റാച്ച്മെൻ്റ് അങ്ങ് കുറഞ്ഞു കഴിയുമ്പോൾ എന്താണ് സ്ത്രീക്ക് തോന്നും, എൻ്റെ ഭർത്താവിന് എന്നോട് താല്പര്യമില്ല, ഭർത്താവിന് ആരൊക്കെയോ ഉണ്ട്, എന്നെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്,
അതുകൊണ്ടാണ് എന്നോട് ഇത് മിണ്ടാത്തത്. ചിലപ്പോൾ ഈ പാവം ഭർത്താവിന് ശരിക്കും പറഞ്ഞാൽ ഈ മെൻ്റൽ ഇറിറ്റേഷൻസും സ്ട്രെസ്സും കാരണം മിണ്ടാതിരിക്കുക. പുരുഷന്മാരങ്ങനെ പൊതുവേ അവർ കഴിയുന്നതും ഡിസ്കസ് ചെയ്യത്തില്ല, ഒറ്റയ്ക്കിരിക്കാൻ നോക്കും, വെറുതെ ഫോണും കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യും. ഇങ്ങനത്തെ ഒറ്റയ്ക്കുള്ള പരിപാടികൾ ഇഷ്ടപ്പെടുന്നതാണ് പുരുഷന്മാർ. ഈ സ്ട്രെസ്സ് വരുന്ന സമയത്ത്, ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിലൊക്കെ. സ്ത്രീയുടെ കാര്യം അങ്ങനെയല്ല. സ്ത്രീക്ക് ഇങ്ങനെ സംസാരിക്കണം. സ്ത്രീക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കുക, ഓവറായിട്ട് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക. അവിടുത്തെ സ്ട്രെസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ലല്ലോ. അവിടുത്തെ സ്ട്രെസ്സിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ഇഷ്ടം. ആ സമയത്താണ് വിചാരിക്കുന്നത് സ്ത്രീയുടെ ആങ്സൈറ്റി കൂടുമല്ലോ. എന്നാലും ഞാൻ എപ്പോഴും സംസാരിക്കാനായിട്ട് പോകുന്ന സമയത്ത് പുള്ളി ഇതാകുന്നില്ല. എന്നിട്ട് എല്ലാം കഴിച്ച് എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കാത്തത്രയും കാലം എന്നെ ഇത്രയും കൊല്ലം ഞാൻ ജീവിച്ചില്ലേ. അപ്പോൾ ഇത് എല്ലാവരുടെയും ലൈഫിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേരുടെ രണ്ട് രീതി അനുസരിച്ചാണ് പോകുന്നത്. ഒരു സ്ത്രീക്ക് ഇൻറ്റിമസി വരുന്നത് എപ്പോഴാണെന്നറിയാവോ? നല്ല ഒരു ഫീലിംഗ് കിട്ടുമ്പോഴാണ്, ഒരു കംഫർട്ടബിളായിട്ട് കിട്ടുമ്പം, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം, കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് ഇൻറ്റിമസിയിലേക്ക് പോകുന്നത്. പുരുഷൻ്റെ നേരെ തിരിച്ചാണ്. ഇൻറ്റിമസിക്ക് ശേഷമാണ് ഒരു സ്ത്രീയുടെ കൂടെ സ്ത്രീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ ഇഷ്ടം. സ്ത്രീയുടെ കൂടെ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇഷ്ടപ്പെടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ സാധനങ്ങളെല്ലാം പുരുഷൻ്റെ ഒരു രീതി കിടക്കുന്നത് ഇൻ്റർകോഴ്സിന് ശേഷമായിട്ട്, അതായത് ഇൻ്റർകോഴ്സ് എന്നല്ല, ഇൻറ്റിമസിക്ക് ശേഷമായിട്ടാണ് പുരുഷൻ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നത്. സ്ത്രീയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആയതിനു ശേഷം മാത്രമേ ഇൻറ്റിമസിയിലേക്ക് വരാനുള്ള ഇത് വരത്തുള്ളൂ. അപ്പോൾ ഇത് ഒട്ടും ചേരാത്ത സാധനങ്ങളാണ്, രണ്ടും ഓപ്പോസിറ്റ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പുരുഷനൊരു സ്ത്രീയെ ആവശ്യമുണ്ടോ, സ്ത്രീക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. സ്ത്രീക്ക് പുരുഷന് ആവശ്യമുണ്ടോ, പുരുഷന് ആവശ്യമുള്ള കാര്യം സ്ത്രീ ചെയ്തു കൊടുക്കുക. ഇതിൽ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് ചില രീതികൾ മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. അത് ഓപ്പണായിട്ട് പറഞ്ഞ് എനിക്കിത് ഇഷ്ടമായി, ഇഷ്ടമില്ല, എനിക്ക് നിങ്ങളെ അല്ല താല്പര്യം, ഓക്കെ, ക്ലിയർ, തീർന്നു. എല്ലാവരും അവനവൻ്റെ സന്തോഷമല്ലേ നോക്കുന്നത്. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്കിഷ്ടം എന്തിനെന്നറിയോ? ആ പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം, ആ പെൺകുട്ടിയുടെ കൂടെ ഇരുന്നാൽ എനിക്കൊരു സന്തോഷം, എൻ്റെ സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സന്തോഷത്തിനകത്ത് നമ്മൾ ചെയ്യുമ്പം ആ പെൺകുട്ടി അതേപോലെ ചെയ്യണമെന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ. നമ്മുടെ സന്തോഷം ഇങ്ങനെയാണ്. ആ സന്തോഷത്തിനാണ് ആ പെൺകുട്ടി ചിരിക്കുമ്പോൾ എനിക്കാ സന്തോഷം. അപ്പോൾ ആ പെൺകുട്ടിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് സന്തോഷം, ആ പെൺകുട്ടിയോട് യാത്ര ചെയ്താൽ എനിക്ക് സന്തോഷം. അപ്പോൾ എൻ്റെ സന്തോഷമാണല്ലോ നോക്കുന്നത്. പക്ഷെ ആ കാര്യം ചിലപ്പോൾ അവിടെ ആവണമെന്നില്ലല്ലോ. അവിടെ ആവാതിരിക്കുമ്പോൾ അത് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അങ്ങനത്തെ വാശി പിടിക്കേണ്ട ആവശ്യമില്ല, അവരവരുടെ ലൈഫ്, അത്രേ ഉള്ളൂ. സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയുന്നത് നോർമലാണോ? ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. വായു, നമ്മൾ ശ്വസിക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ, പിന്നെ എന്താ പറയുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് കാര്യങ്ങൾ. അത് കഴിഞ്ഞേച്ച് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന വസ്ത്രമാണ്, നമ്മുടെ ഡ്രസ്സ്. അത് കഴിഞ്ഞ് വരുന്നൊരു കാര്യമാണ് ഷെൽട്ടർ, നമ്മൾ താമസിക്കുന്ന സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയ. അത് കഴിഞ്ഞേച്ച് വരുന്നൊരു കാര്യമാണ് അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത്, ഫെർട്ടിലിറ്റി. അപ്പോൾ ഈ പ്രോസസ്സിൽ മെയിനായിട്ട് ആവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ സെക്ഷുവലി താല്പര്യം ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോർമലായിട്ട് ഒരു ശരീരത്തിൽ നോർമലി സെക്ഷുവലി താല്പര്യം ഉണ്ടായിരിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടായിരിക്കണം. പുരുഷന്മാരിലുണ്ട്, സ്ത്രീകളിലുണ്ടായിരിക്കണം. പക്ഷേ പല സാഹചര്യങ്ങളിലും സ്ത്രീകളിൽ താല്പര്യം കുറവായിരിക്കും. അത് വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്ട്രെസ് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ട്രോമാസ് ഉണ്ട്, ചെറിയ പ്രായത്തിൽ വരുന്ന ട്രോമാസ് കാണും. അതിൽ ഫാദറായിട്ട് വരുന്ന ട്രോമ വരും. നമുക്ക് പല ആൾക്കാരും കരിയർ ഫിക്സ് ചെയ്യാൻ പറ്റാത്തത് അപ്പൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മളിലേക്ക് വരും. അതേപോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും പേരൻസിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മളിലേക്ക് വരും. പൈസ സമ്പാദ്യം എന്ന് പറയുന്നതിനകത്തും സക്സസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തും ഈ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ ചെറിയ ചൈൽഡ്ഹുഡ് ട്രോമകളൊക്കെ സെക്ഷൽ താല്പര്യങ്ങളെ കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഡെഫിഷ്യൻസികൾ, അയൺ ഇല്ല, വിറ്റമിൻ ഡി ഇല്ല, B12 ഇല്ല, വേണ്ടുന്ന പോഷകങ്ങളൊന്നും കഴിക്കത്തുമില്ല.
അല്ലാത്ത ജങ്ക് ഫുഡുകൾ കൂടുതൽ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ഡെഫിഷ്യൻസി കാരണങ്ങൾ വരാം, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരാം. അതേപോലെ തന്നെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ അവർ വളരെ ഹെൽത്തിയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷേ പാർട്ട്ണറുമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് യാതൊരു താല്പര്യവും കാണത്തില്ല. അങ്ങനെ എല്ലാ ഫാക്ടർ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇങ്ങനെ ഇൻവോൾവ് ആകുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് താല്പര്യമുണ്ടോ കുറവുണ്ടോ. കാരണം പല ആളുകളിൽ ഞാൻ കേട്ടേക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് പുരുഷന്മാരിൽ കാണാറുണ്ട്, എനിക്ക് ഉദാഹരണ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, ഈ ഉദാഹരണ പ്രശ്നം പൊതുവേ എങ്ങനെയാണ്, സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയങ്ങളിലാണോ? അപ്പം അവർ പറയുന്നത് പാർട്ട്ണറുമായിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്താണ് എനിക്ക് മെയിനായിട്ടും തോന്നുന്നത്. മാസ്റ്റർബേറ്റ് ചെയ്യുന്ന സമയങ്ങളിലോ ഇതുള്ളൂ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും സൈക്കോളജിക്കൽ കാര്യങ്ങൾ നോക്കണം. ഉദാഹരണ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളും അതുണ്ടായിരിക്കണം. പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്. അത് റൂട്ട് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ആങ്സൈറ്റി ലെവലിനനുസരിച്ചും റിലേഷൻഷിപ്പ് രീതി അനുസരിച്ചും ഒക്കെ ഇതിനകത്ത് മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ സെക്ഷുവലി താല്പര്യം കുറയാനായിട്ടുള്ള സാഹചര്യം ഉള്ളത്. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് സൈക്കോതെറാപ്പി ചെയ്ത് ഹിപ്നോസിസ് ചെയ്ത് അവരുടെ മൈൻഡിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ ഫർദർ അവർക്ക് ഒരു നോർമൽ സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.